ഹലോ, അസ്സാം വലൈക്കും. ഞാൻ മുഹസിൻ പാലായി. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് കവരത്തിരി ലാസ്റ്റ് ഡേ അപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇൻഷാ അല്ലാ വീഡിയോയിലേക്ക് പോവാം. റൂമിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് ഫ്രഷായി നേരെ സിയാറത്തിനായി കാസിം വലുല്ലാഹിയുടെ മക്കാമിലെത്തി. ഇവിടുന്ന് കിട്ടുന്ന വെള്ളം സുഖപ്രസവത്തിന് നല്ലതാണെന്ന് ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ഇപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ്. ഹെലികോപ്റ്റർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുറത്തോട്ട് നോക്കുമ്പോൾ ദ്വീപൊന്നും പോവാനും തോന്നില്ല. മാഷാ അല്ലാ, കവരത്തി ദ്വീപ് ഒരു രക്ഷയില്ല, സൂപ്പർ. നമ്മളെ എയർപോർട്ടിലേക്ക് ആക്കി തരുന്നത് ഇവരാണ് കേട്ടോ, സഹീർക്ക. നമ്മളെ ദ്വീപത്തെ ഓളിനോളാണ്. ദ്വീപിലേക്ക് ഗസ്റ്റായി വരുന്ന ഉസ്താദുമാർ അധികവും സഹീർക്കാൻ്റെ കൂടെയാണ് ഉണ്ടാവല്. അൽഹംദുലില്ലാ അപ്പോൾ നമ്മൾ കവരത്തി ഹെലിപ്പാഡിലെത്തി. ഇവിടെയാണ് നമ്മളെ ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡോറ് തുറന്ന് പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങി. എന്താ അറിയില്ല, എന്തോ ഒരു ടെൻഷൻ. ഇനി ഇവിടുന്ന് പോകുന്നതിന്റെ എന്തോ ടെൻഷനാണോ, ഹെലികോപ്റ്ററിൽ കയറാനുള്ള ടെൻഷനാണോ, എന്താ അറിയില്ല, എന്തോ ഒരു ടെൻഷൻ. അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി പേയ്മെന്റ് ഒക്കെ ക്ലിയർ ചെയ്ത് ടിക്കറ്റ് കിട്ടി. അങ്ങനെ വയനാട് ഉസ്താദിന്റെ നേതൃത്വത്തിൽ വീണ്ടും നമ്മൾ ഹെലികോപ്റ്ററിലേക്ക്. അല്ലേലും ഹെലികോപ്റ്റർ കണ്ട ഒരു സെൽഫി നമുക്ക് നിർബന്ധമാണല്ലോ. അങ്ങനെ ഓരോരുത്തരായി ഹെലികോപ്റ്ററിലേക്ക് കയറാൻ തുടങ്ങി. ഉസ്താദ് ദ്വീപിലെ സുഹൃത്തുക്കൾക്ക് ടാറ്റ കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ദ്വീപത്തെ ആളുകൾക്ക് ഭയങ്കര സ്നേഹമാണ്. പഠിച്ചോനെ, ദ്വീപുകാർക്ക് നല്ല ബർക്കത്ത് നൽകണേ. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം കയറിയിട്ട് അരമണിക്കൂറായി, പൈലറ്റ് ഇതുവരെ വന്നില്ല. അപ്പോഴാണ് ഗായ്സ് ഒരാൾ വന്ന് പറയുന്നത് ഓഫീസിലെ പ്രിന്റർ കേടാണ്, എന്തോ ഒരു പേപ്പർ ഉണ്ട്, അത് പ്രിന്റ് ചെയ്യാതെ ഇവർക്ക് ഹെലികോപ്റ്റർ ഇവിടുന്ന് എടുക്കാൻ പറ്റൂല പോലും. എന്താ ചെയ്യാ, ഈ ഡിജിറ്റൽ കാലത്താണ് ഇവര് പ്രിന്റർ പേപ്പർ പറക്കൂല എന്നൊക്കെ പറയണേ. ശോ, അൽഹംദുലില്ലാ. അങ്ങനെ പൈലറ്റ് വന്നു ഗായ്സ്. പൈലറ്റ് വന്നിട്ട് വണ്ടി എടുക്കണ്ടേ. പൈലറ്റ് ഇങ്ങനെ കാണുന്നവരോടൊക്കെ സോറി 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 എന്ന് പറഞ്ഞ് കുത്തിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് നമ്മളോടാണ് ഈ സോറി എന്ന് പറയണേ. സത്യം പറഞ്ഞാൽ ഇവരോടാണ് സോറി പറഞ്ഞത്. ആരാരത്? ഇതാണ് ഇവിടുത്തെ കലക്ടർ. ഇവരും ഉണ്ട് കൂടെ. ഹെലികോപ്റ്റർ സ്റ്റാർട്ടായി. ഇനി ഫ്ലൈറ്റിന് വേണ്ടി അഗത്തിയിലേക്കുള്ള യാത്ര. അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. അതാ നമുക്ക് പോകാനുള്ള ട്രെയിനാണ് ഇങ്ങനെ തിരിഞ്ഞു കളിക്കണ്. ഹെലികോപ്റ്ററിനൊന്ന് മാസമായിട്ട് ഇറങ്ങാൻ നോക്കിയേന്. മൂപ്പര് എന്നോട് പറയാ, തൽക്കാലം മോനൊന്നോട്ട് മാറിക്ക്, പിന്നെ നമുക്ക് മാസാവാന്ന്. ഫ്ലൈറ്റ് നമ്മളെ വെയിറ്റ് ചെയ്യേനി നേരെ നാട്ടിലേക്ക്. ഇൻഷാ അല്ലാ. ഫ്ലൈറ്റില് എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ആരുമില്ല. അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു ഗായ്സ്. അങ്ങനെ അഗത്തിയോട് ഒരു ടാറ്റ പറഞ്ഞ് നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്. ഏതൊരു പ്രവാസികൾക്കും ഈ ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷാണല്ലേ. ഞാൻ പ്രവാസിയായോ? സത്യം പറഞ്ഞാൽ ഈ പ്ലെയിനിലൊക്കെ കയറുമ്പോൾ നമ്മൾ പ്രവാസിയായി എന്നൊക്കെ ഒരു തോന്നലുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ നാട്ടിലെത്തി. ഇൻഷാ അല്ലാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.